ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറും. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് ഇന്ന്. കക്ഷി ചേരാൻ നടി രഞ്ജിനി നൽകിയ ഹർജിയും പ്രത്യേക ബെഞ്ചിലേക്ക്. ബലാത്സംഗ കേസിൽ VS ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ വീഴ്ചയെന്ന ജല അതോറിറ്റി. ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. വിശദ റിപ്പോർട്ട് തേടി സർക്കാർ. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത. 6ാം ദിനവും വെള്ളമെത്തിയില്ല. മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിന്റെ ഫോൺ ഓണായി. ടവർ ലൊക്കേഷൻ ഊട്ടി പൂനൂരിൽ. ഫോൺ എടുത്ത് വിഷ്ണുവിന്റെ പണം കടം കൊടുത്ത സുഹൃത്ത് ശരത് എന്ന സൂചന. സംഘർഷഭരിതമായ മണിപ്പൂരിൽ അതീവ ജാഗ്രത. കാണാതായ മുൻ സൈനികൻ കൊല്ലപ്പെട്ട നിലയിൽ. സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി. രാഷ്ട്രപതി ഭരണം ആലോചനയിലില്ലെന്ന് സൂചന. സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കി പമ്പ ഡാം തുറന്നു. പെരിയാർ തീരത്തുള്ളവർക്ക് ജാഗ്രത. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഇന്ന് ഹൈക്കോടതിക്ക് കൈമാറും. കോടതി നിർദ്ദേശപ്രകാരമാണ് സർക്കാർ നടപടി. സെപ്റ്റംബർ 10-നകം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ നിതിൻ പ്രഭാകർ ചേരുന്നുണ്ട്. നിതിൻ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുനിന്ന് വന്ന പരാതികൾ അനുസരിച്ച് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഇന്ന് ഹൈക്കോടതിക്ക് കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എപ്പോഴാണ് ഇത് കൈമാറുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഹരിത, ഓഗസ്റ്റ് 22-ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ പതിപ്പ് അല്ലെങ്കിൽ പൂർണ്ണമായ കോപ്പി ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് അല്പസമയത്തിനകം ഇത് കൈമാറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിലെ ഏറ്റവും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു കാര്യം, നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരാവകാശ നയപ്രകാരം അപേക്ഷ നൽകിയ ആളുകൾക്ക് നൽകിയ വിശദാംശങ്ങളുടെ ഭാഗം മാത്രമാണ്. കോടതിക്ക് സമർപ്പിക്കുമ്പോൾ വെട്ടിത്തിരുത്താത്ത ഭാഗം സമർപ്പിക്കണമെന്നാണ് കോടതി ഉത്തരവ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മുഴുവൻ പേജുകളും ഇന്ന് കോടതിക്ക് കൈമാറുകയാണ്. ഇതിൽ മലയാള സിനിമാ രംഗത്തെ സ്ത്രീകൾ, അഭിനേതാക്കൾ മാത്രമല്ല, സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളടക്കം ഈ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ വിശദാംശങ്ങൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളാണ് ഇന്ന് കോടതിക്ക് കൈമാറുന്നത്. പ്രത്യേക ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വരുന്ന ആരോപണങ്ങൾ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ട്. ഈ കേസും ഇന്ന് ഈ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. ഈ കേസ് പരിഗണിക്കുമ്പോൾ പ്രധാനമായും വരുന്ന ഒരു ചോദ്യം, ഈ മുഴുവൻ പേജുള്ള റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുമ്പോൾ കോടതി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പഠിക്കും. ഈ വിശദാംശങ്ങൾ പഠിച്ച ശേഷം കോടതി എന്ത് നിലപാട് സ്വീകരിക്കും? പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുക്കുമോ, അല്ലെങ്കിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകുമോ തുടങ്ങിയ കാര്യങ്ങളും ഇന്ന് കോടതി ആരായുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹരിത. ശരി നിതിൻ, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആവശ്യമുണ്ട്. സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് CBI സംഘം ചമഞ്ഞ് പണം തട്ടാൻ ശ്രമം. കേസിൽ പ്രതിയാക്കുമെന്ന്